നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൻ്റെ ആദ്യ സെമി ഫൈനൽ മത്സരം ഇന്ന് കൊൽക്കത്തയിൽ വെച്ച് നടക്കുമ്പോൾ തീപറക്കുന്ന ഒരു പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിൽ നേർ വരുന്നു. കഴിഞ്ഞ തവണ ഫൈനലിൽ കയ്യെത്തും ദൂരത്ത് നഷ്ടമായ കിരീടം തിരികെ പിടിക്കാൻ ഇന്ത്യയിൽ വെച്ച് സാധിക്കുമോ എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്കയുടെ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ രണ്ട് ടീമുകളും എടുത്തു നോക്കുമ്പോൾ ഫേവറിറ്റുകൾ സൗത്ത് ആഫ്രിക്ക തന്നെയാണ്. മികച്ച പ്രകടനം, അൺബീറ്റണായിട്ട് മുന്നോട്ട് വന്ന ഒരേ ഒരു ടീമാണ് അവർ. മാത്രമല്ല ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ ന്യൂസിലാൻഡിനെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. 7 വിക്കറ്റിൻ്റെ വിജയം അന്ന് ന്യൂസിലാൻഡിന് മേൽ സൗത്ത് ആഫ്രിക്ക കുറിച്ചതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാകുമോ, അതല്ല ഇന്ന് കിവീസ് തിരിച്ചടിച്ച് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുക്കുമോ, അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മാറ്റ് ഹെൻറി, അദ്ദേഹം പാറ്റേണിറ്റി ലീവിൽ നാട്ടിലേക്ക് പോയതായിരുന്നു. അദ്ദേഹം ഇതാ തിരികെ വന്നിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല, പക്ഷേ ഇന്ന് പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ന്യൂസിലാൻഡ് ശ്രീലങ്കയിൽ പോയി കളിച്ച് തിരികെ വരികയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലെസ് സ്പിൻ ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ പിച്ചുകൾ. ഒരു പക്ഷേ അവർ ഇഷ് സോദിയെ മാറ്റി ജിമ്മി നീഷമിനെ പ്ലേയിങ് ലെവലിൽ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ന്യൂസിലാൻഡ് ഒരു പ്ലേയിങ് ലെവൻ ടിം സിഫേർട്ട്, ഫിൻ അലൻ, രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, മാർക്ക് ചാപ്മാൻ, ഡാഡിൽ മിച്ചൽ സാൻഡർ, കോൾ മക്കൻസി അല്ലെങ്കിൽ ജേക്കബ് ടഫി, ദെൻ ജിമ്മി നീഷം, മാറ്റ് ഹെൻറി, ലോക്കി ഫെർഗൂസൺ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ 11. അതേസമയം സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് അവരുടെ ടോപ്പ് 7 ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഒന്നിലധികം സ്പിന്നർമാരെ അവർ ഇറക്കാനുള്ള സാധ്യത കുറവുമാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ കിൻഡൻ ഡിക്കോക്ക്, എയ്ഡൻ മർക്രം, റയാൻ റിക്കിൽട്ടൺ, ഡേവിഡ് ബ്രവിസ്, ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, ബാർക്കോ യെൻസൺ, കോർബിൻ ബോഷ്, കാഗിസോ റബാദ, കേശു മഹാരാജ്, ലുങ്കി എങ്കീഡി. പിന്നെ കൊൽക്കത്തയിലാണ് കളി, അതുകൊണ്ട് തന്നെ ഡ്യൂവിനുള്ളൊരു സാധ്യതയുണ്ട്. ടോസ് ലഭിക്കുന്ന ടീം അത് പരിഗണിച്ചുകൊണ്ട് ചേസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്താലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഈ പിച്ചിൽ എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പിച്ചുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ഡാർക്ക് ഷെയ്ഡുള്ളൊരു പിച്ചിലാണ് ഈ ഒരു സെമി ഫൈനൽ മത്സരം കളിക്കുന്നത്. ഏതായാലും മികച്ച രൂപത്തിലുള്ളൊരു പോരാട്ടം നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സൗത്ത് ആഫ്രിക്കയോ ന്യൂസിലാൻഡോ ആര് ഫൈനലിലെത്തും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.